ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2024 ലേറ്റസ്റ്റ് മലയാളം മൂവിയായ ലിറ്റിൽ ഹേർട്സ്. അപ്പോൾ സിനിമ തുടങ്ങുന്നതിന് മുമ്പേ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടാതെ നിങ്ങളെ ഫ്രണ്ട്സിനും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് അമർത്തിയിട്ട് പോണേ. ഇവിടെ സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ പ്രധാന കഥാപാത്രമായ സിബിനെയാണ് കാണിക്കുന്നത്. സിബിക്ക് ആകെ അപ്പൻ മാത്രമേ ഉള്ളൂ. അവൻ്റെ അമ്മ മരിച്ചുപോയി. അതുകൊണ്ട് തന്നെ അവൻ്റെ അപ്പനും അമ്മയും ഒക്കെ അവൻ്റെ അപ്പൻ തന്നെയാണ്. അവനും അപ്പനും കട്ട ഫ്രണ്ട്സ് ആണ് കേട്ടോ. സിബിയുടെ അപ്പൻ ബേബി ജോൺസൺ അപ്പൻ്റെ തോട്ടത്തിൽ പണിയെടുത്തിട്ടാണ് സിബിനെ നോക്കുന്നത്. ജോൺസണും ബേബിയും പണ്ട് ചെറുപ്പം തൊട്ടേ കൂട്ടുകാരായിരുന്നു. അതുകൊണ്ട് തന്നെ ജോൺസൺ ബേബിക്ക് പറമ്പൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചു കൊടുത്തേക്കാണ്. ജോൺസണും വൈഫ് അനിതിയും നമ്മുടെ സിബിനെ നോക്കുന്നത് അവരെ മക്കളായ ഷാരോണിനെയും ശോശേനെയും നോക്കുന്ന പോലെ തന്നെയാണ്. ഷാരോൺ ഇപ്പോൾ UK-യിലാണ്. ശോശ അച്ഛനും അമ്മേനെയും വിട്ടു പിരിയാൻ പറ്റാത്തതും കൊണ്ട് പുഷ്പണ്ണ സിറ്റിയിൽ തന്നെ ഒരു ബൗട്ടിക്കൊക്കെ തുടങ്ങി അങ്ങനെ തട്ടിമുട്ടി പോകുന്നുണ്ട്. ബേബിക്കും ജോൺസണും വയസ്സായപ്പോൾ സിബിയിലെ തോട്ടമൊക്കെ ഏൽപ്പിച്ചിട്ട് അവരിപ്പോൾ വിശ്രമ ജീവിതം നയിക്കുകയാണ്. ബേബി ആണെങ്കിൽ ഫുള്ള് ഇൻസ്റ്റഗ്രാമിലാണ്. ഷോർട്സ് എടുക്കൽ തന്നെയാണ് പുള്ളീൻ്റെ പണി. അത് മാത്രല്ല വയസ്സാം കാലത്തൊരു പ്രേമവും മൊട്ടിട്ടിട്ടുണ്ട് നമ്മുടെ ബേബീന്റെ ഹൃദയത്തിൽ. ആ മൊട്ടിട്ടത് പറിച്ചു കളയാനേ ഒരാൾ കവലേന്ന് ജീപ്പും എടുത്ത് നേരെ വിട്ടിട്ടുണ്ട് ബേബീന്റെ വീട്ടിലേക്ക്. അടുത്ത സീനില് നമ്മുടെ ബേബീനെയാണ് കാണിക്കുന്നത്. ബേബി വീട്ടിന് മുറ്റത്തിരുന്നിട്ട് എന്തോ ഷോർട്സ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആരോ വന്ന് ബെല്ലടിക്കും. അപ്പോൾ നോക്കുമ്പോൾ ഇത് കേട്ടപാടെന്നെ ബേബി ഇറങ്ങി ഓടും. അകത്തേക്ക് ഓടിപ്പോയി ഷർട്ടൊക്കെ എടുത്തിട്ട് ബേബി എന്താക്കും, ബാക്ക് വഴി എങ്ങോട്ടേക്കോ ഓടി രക്ഷപ്പെടും. വന്നത് വേറെ ആരുമല്ല, നമ്മുടെ ബേബി പ്രേമിക്കുന്ന സിസിലിയില്ലേ, സിസിലിന്റെ ആങ്ങള പാപ്പൻ ചേട്ടനായിരിക്കും. പാപ്പൻ ചേട്ടൻ എന്തിനാ വന്നതെന്ന് വെച്ചാലേ സിസിലിനെയും കൂട്ടി നമ്മുടെ ബേബി സിനിമക്ക് പോയതിന് ചോദിക്കാനായിരിക്കും വന്നിട്ടുണ്ടാവുക. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സിബിനെയാണ്. സിബി എന്തോ കച്ചവടത്തിന്റെ കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് സിബിന്റെ കൂടെ ഒരു ബംഗാളി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ബംഗാളി ആ കച്ചവടത്തിന് വന്ന ആളോട് പറയും, നിങ്ങൾ വിഷമിക്കേണ്ട, സിബി ചേട്ടന് ചായ കുടിച്ചാൽ നിങ്ങൾക്ക് നല്ല ഐഡിയ കിട്ടുന്നു. അങ്ങനെ സിബി ഒരു ചായയൊക്കെ ഇട്ടിട്ട് വന്ന് ഇയാൾക്ക് കൊടുക്കും. അപ്പോൾ പെട്ടെന്ന് സിബിന്റെ ഫോണിലേക്ക് ബേബി വിളിച്ചിട്ട് എന്താ അപ്പ പ്രശ്നം വല്ലതും ഉണ്ടായിരിക്കുമ്പോൾ ഒന്നുമില്ല അറിയാം. അപ്പം തന്നെ അവൻ പറയും അപ്പം എന്തോ ഉണ്ട് പറഞ്ഞാൽ നേരെ വീട്ടിലേക്ക് വിടും. ഇവർ വീട്ടിൽ പോയി നോക്കുമ്പോഴോ അവിടെ നമ്മുടെ പാപ്പൻ ചേട്ടൻ ഇരിക്കുന്നുണ്ടാകും. പാപ്പൻ ചേട്ടൻ്റെ പെങ്ങളെയും കൂട്ടി ഇവൻ്റെ അച്ഛൻ നടക്കുന്നതിന് ഇവൻ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഷൗട്ട് ചെയ്യും. കൂടെ വന്ന ബംഗാളിക്കും കിട്ടോ നല്ല പൂര ചീത്ത. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബേബിനെയും സിസ്ലീനെയാണ് കാണിക്കുന്നത്. അവരെവിടെയോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പെട്ടെന്ന് അവർ ഇറങ്ങി നടക്കുന്ന വഴിയിൽ നമ്മുടെ പാപ്പൻ ചേട്ടൻ മണാലി പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഇവരെ കണ്ടതും പാപ്പൻ ചേട്ടൻ ഇവരെ പുറകിൽ ഓടും കേട്ടോ. പക്ഷെ ഇവരെല്ലാം ആൾക്കാർ ഇവർ വിട്ടു കൊടുക്കുകയില്ല. ഇവർ ഓടി അങ്ങനെ ഇവര് ഒരു ചായക്കടയിലൊക്കെ പോയി ചായയൊക്കെ കുടിച്ച് പിന്നെ ബസ് കയറി ഇവരെ സ്ഥലത്തേക്ക് എത്തും. പിന്നെ ഇവരെ റൊമാൻറ്റിക് സീനാണ് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കാണിക്കുന്നത്. ഇവിടെ സീൻ കട്ടായിട്ട് നെക്സ്റ്റ് സീനിൽ നമ്മുടെ ജോൺസന്റെ വീടാണ് കാണിക്കുന്നത്. അവിടെ ജോൺസനും സിബിയും കൂടി ഇരുന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയായിരിക്കും. അപ്പോൾ പെട്ടെന്ന് ജോൺസന്റെ ഭാര്യ അനിത വന്നിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും. അപ്പോൾ സിബിനോട് ജോൺസൺ പറയും, നിനക്ക് അവരെ കെട്ട് നടത്തിക്കൂടെ, എന്തിനാ ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കുന്നത്, നിനക്ക് സിസിലിനോട് പോയി സംസാരിച്ചിട്ട് സിസിലിനെയും ബേബിനെയും നീ കല്യാണം നടത്തി കൊടുക്കും, നിനക്ക് എന്തായാലും പെങ്ങന്മാരൊന്നും ഇല്ലല്ലോ, അപ്പോൾ അച്ഛൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് നിന്റെ കല്യാണം നോക്കാം നമുക്ക്. അപ്പം തന്നെ നമ്മുടെ അനിത പറയും, ഇവിടെ ഉണ്ടോ ഒരുത്തൻ, നിങ്ങൾക്ക് അവൻ്റെ കാര്യത്തിൽ വല്ല ചിന്തയുണ്ടോ, നമ്മുടെ ഷാരൂണിനെ പറ്റിയിട്ടായിരിക്കും പറയുന്നത്. പിന്നെ കാണിക്കുന്നത് സിബിനെയും ശോശേനെയാണ്. അവരിങ്ങനെ ഒരു ജീപ്പിൽ ഇങ്ങനെ വരുമ്പോൾ സിബി പറയും, നിനക്ക് ഇതിൻ്റെ ബൗട്ടിക്കൊക്കെ പൂട്ടിക്കൂടെ, നീ ഇടുന്ന പോലത്തെ ഡ്രസ്സ് നീ നാട്ടിൽ ആരും ഇടില്ല, നീ വല്ല ഏലത്തിൻ്റെ എക്സ്പോർട്ടും തുടങ്ങിക്കോ നിന്റെ പേരിൽ. അപ്പോൾ ശോശ പറയും, എനിക്കൊരു ഇൻഡിപെൻഡൻറ്റ് ഓൺട്രപ്രണർ ആവാനാണ് താല്പര്യം, അല്ലാണ്ട് എനിക്കിങ്ങനെ ബാക്കിയുള്ളൊരു ബിസിനസ് ഏറ്റെടുത്ത് നടത്താനൊന്നും എനിക്ക് ഇഷ്ടമില്ല. അടുത്ത സീനിൽ നമ്മുടെ സിസിലിൻ്റെ വീടാണ് കാണിക്കുന്നത്. അപ്പോൾ സിസിലിൻ്റെ കൂടെ അയൽവക്കത്തെ ഒരു ചേച്ചി ഉണ്ടാവും. അപ്പോൾ ചേച്ചി നമ്മുടെ ബേബീനെ പ്രേമിക്കുന്നതിന് സിസിലിനോട് എന്തൊക്കെയോ ഇങ്ങനെ കുത്തുവാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നാൽ സിസിലി അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ബേബീൻ്റെ വീടാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ ബേബി ഇരുന്നിട്ട് നല്ല ഷോർട്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആരോ ജീപ്പിൽ വരും. നോക്കുമ്പോൾ സിബി ആയിരിക്കും. അപ്പോൾ സിബി വന്നിട്ട് നമ്മുടെ ബേബീനെ വഴക്ക് പറയും, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഈ പ്രേമിക്കാൻ നിന്നാൽ പോരെ, പാപ്പൻ ചേട്ടനെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾ എന്തിനാ ഓടുന്നത്, കാര്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് കല്യാണം കഴിക്കുകയാണെങ്കിൽ കഴിച്ചുകൂടെ, എന്തിനാ ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്നത് വെച്ചിട്ട് അപ്പനെ ചീത്ത പറയും. ഒന്നെങ്കിൽ നിങ്ങൾ കെട്ടണം അല്ലെങ്കിൽ അവളെ വിട്ടേക്ക് പറഞ്ഞിട്ട് നമ്മുടെ സിബി അപ്പനെ ചീത്ത പറയും. അത് കഴിഞ്ഞിട്ട് ആരോ വന്നിട്ട് ബെല്ലടിക്കുന്നിട്ടിട്ട് സിബി പോയിട്ട് ഡോറ് തുറക്കുമ്പോൾ നമ്മളെ ബംഗാളിയും പിന്നെ ഒരു ചേട്ടനും ഇരിക്കും. അവർ പറയും, എടാ തോട്ടത്തിൽ പന്നി വന്നിട്ടുണ്ട്, ഭയങ്കര ശല്യ, നീ വന്നിട്ട് ഒന്ന് അതിന് വെടിവെക്ക്.
സിബി പറയും എനിക്കിത് മൂടില്ല. അപ്പോൾ ചേട്ടൻ പറയോ നിനക്കും മൂടില്ല എൻ്റെ ഏലത്തിനും മൂടില്ല, പക്ഷെ പന്നിക്ക് നല്ല മൂടാ, നീ ഒന്ന് വന്നേന്ന്. അപ്പോൾ നമ്മുടെ ബംഗാളി എന്ത് ചെയ്യും, സിബീനെ പൊക്കി വിടും. സിബീനോട് പറയും ചേട്ടാ നിങ്ങൾ വന്നാലേ പന്നീൻ്റെ നെറ്റിക്ക് വെടിയുള്ളൂ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നല്ലോണം പൊക്കി വിടുമ്പോൾ സിബി വരും. അങ്ങനെ ഇവർ നേരെ തോട്ടത്തിൽ പോയിട്ട് പന്നീനെ നമ്മുടെ സിബി നെറ്റിക്ക് നോക്കി വെടി വെച്ചിട്ട് താഴെയിടും. പിന്നത്തെ സീനിൽ ഈസ്റ്റർ സെലിബ്രേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവരെ പള്ളിയിൽ എന്തോ പരിപാടിയൊക്കെ ഉണ്ടാവും. അതിൽ നമ്മുടെ സിബീൻ്റെയും ബേബീൻ്റെയും ജോൺസൻ്റെയൊക്കെ ഡാൻസ് പ്രോഗ്രാം ഒക്കെ ഉണ്ട്. മാത്രമല്ല നമ്മുടെ പാപ്പൻ ചേട്ടൻ്റെ സ്പെഷ്യൽ പരിപാടി ഉണ്ടാവും കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പാപ്പൻ ചേട്ടൻ്റെ വീട്ടിലേക്ക് സിബീനെ എന്തിനോ വിളിക്കൊപ്പിക്കും. അപ്പോൾ സിബി പോയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പാപ്പൻ ചേട്ടൻ്റെ വൈഫ് പറയും എൻ്റെ മൂത്ത ചേച്ചിക്ക് ഒരു മോനുണ്ട്, അവൻ ജർമ്മനിയിലാണ്, അപ്പോൾ നമ്മുടെ ജോൺസൺ ചേട്ടൻ്റെ മോളെ നമുക്ക് അവനിക്ക് വേണ്ടി ആലോചിച്ചാലോ എന്ന്. എന്നിട്ട് ഇവനിക്ക് ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ ഇവൻ പറയും ഇത് നമ്മുടെ ശോശക്കൊച്ചിന് ചേർന്ന ചെക്കനാ, ഞാൻ എന്തായാലും അവരോട് സംസാരിക്കാതെ. അടുത്ത സീനിൽ പെണ്ണ് കാണലാണ് കാണിക്കുന്നത്. ശോശേനെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ജർമ്മനിക്കാരൻ വന്നിട്ടുണ്ട്. അപ്പോൾ അയാളെ കൂടെ തന്നെ അയാൾ അനിയത്തീനെ കണ്ടപാട് തന്നെ അനിത അത് നമ്മുടെ ഷാരോണിന് വേണ്ടിയിട്ട് അവൾ ആലോചിക്കാമെന്ന് സിബിനോട് പറയും. അങ്ങനെ പെണ്ണ് കാണാൻ്റെ ഇടയിൽ ചെക്കനും പെണ്ണും സംസാരിക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, അതാ പിന്നെ കാണിക്കുന്നത്. അപ്പോൾ അവിടുത്തെ സിബീനെ ശോശ വിളിപ്പിക്കും. എന്നിട്ട് നമ്മൾ ജർമ്മനിക്കാരനോട് പറയും ഇത് സിബി, ഞാനും സിബിയും തമ്മിൽ കുറേ നാളായിട്ട് ഇഷ്ടത്തിലാണ്, അതുകൊണ്ട് തന്നെ ചേട്ടനായിട്ട് ഈ കല്യാണം മുടക്കി തരണം, എനിക്ക് ഇവനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അയാൾ പറയും നീ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറയാം, എനിക്ക് കുട്ടീനെ ഭയങ്കര ഇഷ്ടമായി, ഇനി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീരുമാനിക്കുക പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോകും. അപ്പോൾ പിന്നെ എന്നിട്ട് സിബി നമ്മുടെ ഇവളോട് ശോശയോട് പറയും നിനക്ക് എന്തൊക്കെ ഐഡിയ ഉണ്ടായി, നീ എന്നോട് ഇനിയിപ്പോൾ ഇതാ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വിചാരിക്കുക, നിനക്ക് വേറെ ഒന്നും പറയാൻ കിട്ടിയില്ല വെച്ചിട്ട് ചീത്ത പറയുമ്പോൾ ഇവൾ പറയും അതിന് ഞാൻ നുണ പറഞ്ഞതല്ല, എനിക്ക് നിന്നെ കുറേ നാളായിട്ട് ഇഷ്ടമാണെന്ന് പറയും. അത് കേട്ടിട്ട് സിബി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ടാവും. ഇത് കേട്ടിട്ട് ടെൻഷനായിട്ട് നമ്മുടെ സിബിക്ക് പനിയൊക്കെ വരും കേട്ടോ. അത് കഴിഞ്ഞുള്ള സീനിൽ ഇവരെല്ലാവരും കൂടെ പള്ളിയിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ പള്ളിയിൽ ഇങ്ങനെ നിന്നിട്ട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയിൽ പാപ്പൻ ചേട്ടൻ്റെ മോള് സിബിനെ തന്നെ നോക്കിക്കുന്നുണ്ട്. നമ്മുടെ ബേബി അപ്പനില്ലേ, ബേബി അപ്പൻ ചോദിക്കും എന്താടാ നീ അവൾ തമ്മിൽ ഇഷ്ടത്തിലാണോന്ന് പറയും എനിക്ക് അവളെ ഇഷ്ടമൊന്നുമില്ല, അവൾ കുറേ കാലമായിട്ട് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നടക്കുന്നത്. അപ്പോൾ ഇവൻ പറയും എന്നാൽ എനിക്ക് സിസിലീൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഉപകാരമാവണമെങ്കിൽ നീ അവളെ പ്രേമിച്ചോന്ന്. അപ്പോൾ ഇവൻ അയാളെ ചീത്ത പറയും. പിന്നത്തെ സീനിൽ നമ്മുടെ ബേബി സിസിലിനോട് എന്തോ പറയാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അപ്പോൾ തന്നെ സിസിലീൻ്റെ മോള് വന്നിട്ട് ഇവരെ ചീത്ത പറയും. എന്നിട്ട് അവിടുന്ന് സിസിലീനെയും കൂട്ടിയിട്ട് പോകും. ഈ വയസ്സാം കാലത്ത് ആൾക്കാരെ കൊണ്ട് അതും ഇത് പറയിപ്പിക്കാന്നൊക്കെ പറഞ്ഞ് ഷൗട്ട് ചെയ്തിട്ട് അടുത്ത സീനിൽ സിബി വീട്ടിലിരുന്നിട്ട് തുണിയൊക്കെ അലക്കുന്നതിൻ്റെ ഇടയിൽ ശോശ അവിടത്തേക്ക് പെട്ടെന്ന് വരും. അപ്പോൾ ഇവനെ ജഡ്ഡിയായിരിക്കും അലക്കുന്നുണ്ടാവും. അപ്പോൾ ഇവളെ കണ്ടപാട് ഇവനത് പറമ്പിലേക്ക് എറിയും. എന്നിട്ട് നമ്മുടെ ശോശ ചോദിക്കും ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം എന്തായി, നീ എന്താ ഒന്നും പറയാതെ പോയത്. അപ്പോൾ ഇവൻ പറയും ഞാൻ ഇത്രയും കാലം വളർന്ന വീടല്ലേ. അപ്പോൾ ജോൺസൺ അപ്പയും അനിതമ്മ എന്നെപ്പറ്റി എന്താ വിചാരിക്കുക, എനിക്ക് വേറെ പണിയൊന്നുമില്ല ചേച്ചി. ഇവളെ ചീത്ത പറയുമ്പോൾ ഇവൾ പെട്ടെന്ന് എന്തൊക്കെയോ പറഞ്ഞ് അവനെ മയക്കി. അങ്ങനെ ഇവർ രണ്ടാളും പ്രേമത്തിലായി. പിന്നീട് ഫുള്ള് ഇവർ റൊമാൻസും ഒരു പാട്ടൊക്കെയാണ് കാണിക്കുന്നത്. അതിനിടയിൽ നമ്മുടെ ഷാരോണ് UK വന്നിട്ടുണ്ടാവും. എന്നിട്ട് ഷാരോണ് ഏലത്തോട്ടത്തിൽ നമ്മുടെ സിബി പണിയെടുക്കുമ്പോൾ വന്നിട്ട് പറയും എനിക്ക് നിന്നോട് പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ട്, അപ്പോൾ നല്ലൊരു കൂളായിട്ടുള്ള നല്ലൊരു അന്തരീക്ഷത്തിൽ സംസാരിക്കാം നമുക്ക്, അപ്പോൾ നീ എവിടെയാ സ്ഥലം എന്ന് വെച്ചാൽ വിളിക്കുക പറയും. അപ്പോൾ നമ്മുടെ സിബി വിചാരിക്കും സിബീൻ്റെയും ശോശേൻ്റെയും കാര്യം സംസാരിക്കാനാണ് കേട്ടോ. അപ്പോൾ ഇവന് വിറച്ചിട്ട് ഇങ്ങനെ നിൽക്കും. പിന്നത്തെ സീനിൽ സിസിലിയും ബേബിയും കൂടെ ഒരു ബസ്സിൽ ഇങ്ങനെ പോകുമ്പോൾ ബേബി പറയും മോക്ക് എന്നെ ഇഷ്ടമില്ല അല്ലേ, മോളെ ഇഷ്ടമില്ലാണ്ട് നമ്മളെങ്ങനെയാ ഒന്നാവുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സെൻറ്റിമെൻറ്റ്സ് അടിക്കും. എന്നിട്ട് നമ്മുടെ ബേബിക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ടാവും കേട്ടോ മോള് ഇവനോട് ഷൗട്ട് ചെയ്തതൊക്കെ. അങ്ങനെ ഇവർ രണ്ടാളും കൂടി ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് പാപ്പൻ ചേട്ടൻ വന്നിട്ട് ഇത് കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് നമ്മുടെ ബേബീനെ അടിക്കും. ഇതൊക്കെ അറിയിട്ട് നമ്മുടെ സിബിക്ക് കലിപ്പ് കയറിയിട്ട് ആ കലിപ്പ് തന്നെ പോയിട്ട് പാപ്പൻ ചേട്ടൻ്റെ ആൾക്കാരെയൊക്കെ അടിച്ചിട്ടിട്ട് പാപ്പൻ ചേട്ടനോട് നിങ്ങളെ ഞാൻ അടിക്കുന്നില്ല, എൻ്റെ അപ്പനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് അവിടുന്ന് പോകും. അങ്ങനെ അടി കൊണ്ടിട്ട് നമ്മുടെ ബേബി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും. അപ്പോൾ ആ റൂമിൽ തന്നെ നമ്മുടെ സിബി അടിച്ചിട്ട് പാപ്പൻ ചേട്ടൻ്റെ ആൾക്കാരില്ലേ അവർ വരുമോ. എന്നിട്ട് ബേബി സിബിയും കൂടെ പാപ്പൻ ചേട്ടനെ ഇട്ടിട്ട് നല്ല താങ്ങി കൊടുക്കും. ഇവർ പറയും എന്തായാലും സിസിലി കേസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നട റോഡിലിട്ട് അവമാനിച്ചതിന് നിങ്ങളെ പേരിൽ കേസ് കൊടുക്കും, അവിടെ അവൾക്ക് നിങ്ങളെ ആങ്ങളെ എന്നുള്ള ചിന്തയൊന്നുമില്ല എന്നിട്ട് പാപ്പൻ ചേട്ടനെ പേടിപ്പിക്കും. അപ്പോൾ ഇയാൾ പറയും നിങ്ങൾ പോയി കേസ് കൊടുക്കടാ, എനിക്കൊരു ഇതുമില്ല, എന്ത് വന്നാലും നിന്റെ കല്യാണം തിരിയാൻ സമ്മതിക്കില്ല എന്ന് പിന്നെയും ഭീഷണിപ്പെടുത്തും. അപ്പോൾ അവിടെ ഇവരെ കൂടെ പള്ളിയിലച്ഛൻ ഉണ്ടാവും. പള്ളിയിലച്ഛൻ പറയും എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങളിത് സോൾവ്
ഒഴിവാക്കിക്കോ, പള്ളിക്കാർക്ക് എന്തായാലും ഇതിനെതിരെ നിൽക്കാൻ പറ്റില്ല, അവർക്ക് ഇഷ്ടമാണെങ്കിൽ പള്ളി ഈ കാര്യം നടത്തി കൊടുക്കുകയേ ചെയ്യുള്ളൂ, അതുകൊണ്ട് വെറുതെ കേസിന് പൊലാപ്പിനൊന്നും പോവാണ്ട് ഈ കല്യാണം നടത്തി കൊടുക്കുന്നത്. എന്നാലും പാപ്പൻ ചേട്ടൻ വിട്ടുകൊടുക്കില്ല കേട്ടോ. അയാൾ ഇവരെ എന്തൊക്കെയോ ചീത്തയും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അപ്പോൾ അവിടത്തേക്ക് നമ്മുടെ ബേബി വിളിച്ച പോലീസുകാരൻ വരുന്നുണ്ടാവും. അപ്പോൾ അയാൾ ചോദിക്കും ആരാ ബേബി എന്ന് ചോദിക്കും. പാപ്പച്ചേട്ടൻ പറയും ഞാനാ ബേബിന്ന് ചോദിക്കും. എന്താ പ്രശ്നം പറയുമ്പോൾ ഞങ്ങൾക്ക് കേസൊന്നുമില്ല, അത് ചെറിയൊരു കുടുംബ പ്രശ്നമായിരുന്നു സാറേ, അത് ഞങ്ങൾ തന്നെ പറഞ്ഞു തീർത്ത്, ഇനിയിപ്പോൾ ഒരു വിഷയമില്ല. അപ്പോൾ ഇയാൾ പറയും എന്നാൽ നിങ്ങൾക്ക് നേരത്തെ വിളിച്ചു പറഞ്ഞൂടെ, വെറുതെ സമയം കളയാണ്. അവർ കുടുംബ പ്രശ്നമല്ലേ സാറേ, ഒത്തുതീർപ്പാക്കണ്ടേ, ഇപ്പോൾ സാറിൻ്റെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവും, അത് സാറിന് അറിയായിട്ടാണ് പറഞ്ഞിട്ട് അയാളെയും കൂടിയിട്ട് അവിടുന്ന് പോകും. പിന്നീട് നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഷാരോണിനെയാണ്. ഷാരോൺ ഒരു ആംബിയൻസിൽ നിന്നിട്ട് സിബിനോട് എന്തോ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ അവരിങ്ങനെ ഒരു കുന്നിൻ്റെ മേലെ കയറിയിട്ട് മദ്യപിക്കായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇയാൾ പറയും നമ്മുടെ ഷാരോണിന് നമ്മുടെ ജർമ്മനിക്കാരനില്ലേ ശോശേനെ കാണാൻ വന്ന അവൻ്റെ പെങ്ങളെ ആലോചിച്ചിട്ടുണ്ടാവും കേട്ടോ ഇവരെ ഫാമിലി. അപ്പോൾ സിബി പറയും ആ കല്യാണത്തിന് സമ്മതിക്ക് ഷാരോൺ ചേട്ടൻ, എന്തായാലും നല്ല കൊച്ചാ, ഞാൻ കണ്ടിട്ടുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറയും. ഇയാൾ പറയും പപ്പേൻ്റെ അമ്മേൻ്റെ ആഗ്രഹം ഒരിക്കലും നടക്കില്ല, എൻ്റെ കല്യാണം അടുത്ത മാസം UK വെച്ച് നടക്കും, ഞാനും ഒരാളുമായിട്ട് ഇഷ്ടത്തില്ല, എനിക്ക് അയാളെ വിട്ട് വരിയാൻ ഒരിക്കലും പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ സിബി ആകെ ഷോക്കായിട്ട്, സിബിക്ക് സന്തോഷമാവും, കാരണം അപ്പോൾ സിബിന് ശോശേൻ്റെ കാര്യം കുറച്ചും കൂടി എളുപ്പമാവുമല്ലോ. അങ്ങനെ സിബി പറയും എന്ത് വന്നിട്ടാണെങ്കിലും ഞാനിത് ചേട്ടന് സെറ്റാക്കി തരാം, ചേട്ടൻ ഇപ്പോൾ എന്ത് ചെയ്യേ ആ പെങ്കുച്ചിനോട് ഇങ്ങോട്ടേക്ക് വരാൻ പറ, നമുക്ക് അപ്പോൾ പാരൻസിനോടൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഇത് നടത്താം, എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ഫ്ലൈറ്റ് കയറിയിട്ട് അവളോട് ഇങ്ങോട്ട് വരാൻ പറ എന്ന് പറയും. നെക്സ്റ്റ് സീനിൽ പിന്നെ എയർപോർട്ടിൽ നിൽക്കുന്ന സിബിനെയും ഷാരോണിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാരൊക്കെ വരുന്നേ നോക്കി അവരിങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് വന്നു എന്ന് പറഞ്ഞിട്ട് ഷാരോൺ ഓടും. എന്നിട്ട് ഷാരോൺ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നത് നോക്കുമ്പോൾ ഒരു പുരുഷനായിരിക്കും. അപ്പൊ തന്നെ ഇവൻ എന്തോ ഒരു ഷോക്കായ പോലെ നോക്കുമ്പോൾ നമ്മുടെ ഷാരോണും ഒരു ഗേ കപ്പിളായിരിക്കും കേട്ടോ. ഷാരോണ് സ്നേഹിക്കുന്നത് ഒരാണിനെ തന്നെയാണ്. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ സിബിന്റെ ഫുള്ള് കിളി പോയിട്ടുണ്ടാകും. നെക്സ്റ്റ് സീനിൽ നമ്മുടെ സിബി ഇങ്ങനെ കിളി പോയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ബംഗാളിയും സിബിയും കൂടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കുകയായിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഫോണിലേക്ക് കോൾ വരും, അത് ഷാരോണായിരിക്കും. അപ്പോൾ എവിടെയായിരിക്കും പറയും ഞാൻ പള്ളിയിലുള്ള, സൗണ്ട് ഉണ്ടാക്കണ്ട, ഞാൻ പിന്നെ കാണാൻ വരാം, ഏട്ടായി ഒന്നും ടെൻഷൻ അടിക്കണ്ട, അങ്ങനെ നുണയൊക്കെ പറഞ്ഞ് ഒഴിവാക്കാൻ നോക്കി പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഷാരോണേട്ടായി അവിടെ ഉണ്ടാവും. നമ്മുടെ സിബി ആകെ ചമ്മി നാറി. അവിടുന്ന് ഷാരോണ് നേരെ സിബിനെയും കൂട്ടിയിട്ട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് പറയും നമ്മുടെ പാർട്ട്ണർ ഇല്ലേ ഷാരോണിൻ്റെ, അയാളെ പേര് നദാൻ എന്നായിരിക്കും കേട്ടോ സായിപ്പിൻ്റെ. അപ്പോൾ അയാൾക്ക് ഇവിടെയൊക്കെ സ്ഥലമൊക്കെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, അപ്പോൾ നീയും ഞങ്ങളെ കൂടെ വരുമോ, എനിക്കാവുമ്പോൾ എല്ലാ സ്ഥലവും അറിയാലോ, അപ്പോൾ നീ ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന്. അപ്പോൾ തന്നെ ഇവനിക്ക് ദേഷ്യം വന്നിട്ട് ഇവൻ പറയും ഏട്ടാ എന്തെന്നാ പറയുന്നത്, ഏട്ടായിക്ക് എന്താ വട്ടാണോ, ചിന്തിക്കാനുള്ള ബോധമില്ല, ഇതൊക്കെ കേട്ടിട്ട് പപ്പയും മമ്മയും എത്ര സങ്കടപ്പെടും, ഞാനിപ്പോൾ അവരോട് എങ്ങനെയാ പറയുക ഏട്ടായി ഒരു ഗേ ആന്ന്, ഏട്ടായി മര്യാദയ്ക്ക് അവർ പറയുന്ന പെണ്ണിനെ കണ്ടിട്ട് ആ കല്യാണത്തിൽ നിന്നോ, ഇയാളെ വേഗം പറഞ്ഞു വിട്ടേക്ക് പറയും. അപ്പോൾ പറയും ഞാനിപ്പോൾ തന്നെ ഇതൊക്കെ മമ്മീനെ വിളിച്ച് പറയുമെന്ന് പറയുമ്പോൾ അയാൾ പറയും വേണ്ട നീ വിളിക്കേണ്ട, ഞാൻ നീ പറയുന്ന പോലെ കേട്ടോളാം, ഞാൻ വേറെ പെണ്ണ് കാണാൻ, പക്ഷെ എനിക്ക് വേണ്ടിയിട്ട് ഇത് മാത്രം നീ ചെയ്യണം, നദാന് ഭയങ്കര ആഗ്രഹം, അപ്പോൾ അതൊന്നും നീ സാധിച്ചു തരണം എന്ന് പറയും. അങ്ങനെ സിബി ഓക്കെ പറയും. അവിടുന്ന് നമ്മളെ ഷാരൂണ് പോകും. പിന്നീട് ഇവർ മൂന്നാളും അവിടെയുള്ള ഓരോ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്ന സീനുകളാണ് പിന്നെ കാണുന്നത്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ സായിപ്പ് ഷാരൂണിന്റെ ഫാമിലി ആയിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആവട്ടോ. പിന്നെ നെക്സ്റ്റ് സീനിൽ നമ്മുടെ ഷാരൂണ് പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് നമ്മളെ ജർമ്മനിക്കാരനില്ലേ ശോശേനെ കാണാൻ വന്നേ, അയാളെ പെങ്ങളായിരിക്കും കാണാൻ പോയിട്ടുണ്ടാവുക. അപ്പോൾ അവളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയും എനിക്ക് വേറൊരു കാമുകിയുണ്ട്, അപ്പോൾ എങ്ങനെയെങ്കിലും കല്യാണം മുടക്കണം എന്നൊക്കെ സ്ഥിരം അത് പറയുമ്പോൾ ഇവള് പറയും എനിക്ക് ചേട്ടൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഇത് നമുക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞ് സെറ്റാക്കാന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് സിബി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടാവും കേട്ടോ. സിബിനെ കൂടെ തന്നെ നമ്മുടെ സായിപ്പും ഇതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ സായിപ്പിനാകെ ഒരു ഡിപ്രഷൻ ആയ പോലായി. പിന്നെ വീട്ടിൽ വന്നിട്ട് സായിപ്പ് നമ്മുടെ ഷാരോണിനോട് ഷൗട്ട് ചെയ്യും. എന്നിട്ട് പറയും നീ എൻ്റെ ഫാൻസിനോട് ഞാൻ സമ്മതിപ്പിച്ചില്ലേ, പിന്നെ നിങ്ങൾക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട്, മര്യാദയ്ക്ക് എൻ്റെ കൂടെ തിരിച്ചു വന്നോ, എനിക്ക് എന്തായാലും നീ ഇല്ലാണ്ട് പറ്റൂല അങ്ങനെയൊക്കെ പറയും. ഇയാളൊരു എനിക്കിപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും സമ്മതിപ്പിക്കാണ്ട് ഇതിന് നിൽക്കാൻ പറ്റില്ല, നീ കുറച്ച് കൂടെ വെയിറ്റ് ചെയ്യ്, സിബി എല്ലാം സെറ്റാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്, അതുവരെ നീ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവരെ സംസാരമൊക്കെ താഴെ നിന്നിട്ട് ഷാരോണിൻ്റെ അമ്മ കേൾക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് എന്തോ ഒരു ഡൗട്ട് അടിച്ച പോലെ ആയിട്ടുണ്ടാകും. നെക്സ്റ്റ് സീനിൽ സിബിൻ്റെ വീടാണ് കാണിക്കുന്നത്. അവിടെ സിബി ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഓരോ
കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അവൻ്റെ അച്ഛൻ ബേബി വന്നിട്ട് ചോദിക്കും, നിനക്ക് എന്താ പ്രശ്നം, നീ കുറേ ദിവസമായാലും ഇങ്ങനെ നടക്കുന്നു, ഫുൾ ഒരു ടെൻഷൻ പോലെ, എന്താ നിന്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ എന്നോട് പറയാന്ന്. അങ്ങനെ സിബി പറയും, അപ്പം മൊത്തത്തിൽ 3 പ്രശ്നമുണ്ട്. അപ്പോൾ അപ്പൻ ചോദിക്കും എന്താടാ പറയും, ഒന്നാമത്തെ പ്രശ്നം വലിയ കുഴപ്പമില്ല, സോൾവ് ആക്കാം, രണ്ടാമത്തെ പ്രശ്നം നടക്കുകയില്ല. അപ്പോഴേക്കും എന്നാൽ മൂന്നാമത്തെ പ്രശ്നം എന്താന്ന് ചോദിക്കുമ്പോൾ പറയും, ഈ 1, 2 എനിക്ക് ആരോടും പറയാൻ പറ്റുന്നില്ല, അതാണ് മൂന്നാമത്തെ പ്രശ്നം എന്ന്. അങ്ങനെ സിബി പറയും, ഒന്നാമത്തെ പ്രശ്നം എന്താന്ന് വെച്ചാ അപ്പാ നമ്മുടെ ഷാരോൺ ചേട്ടായില്ലേ, എന്താടാ പറയടാ നീ. പറയും, ഷാരോൺ ചേട്ടായി ഒരു ഗേ ആണ് എന്ന് പറയുമ്പോ തന്നെ ഇയാള് ഫുള്ള് അറ്റാക്ക് വന്ന പോലെ ചത്ത പോലെ ഇരിക്കുന്നുണ്ടാവും, നെഞ്ചൊക്കെ കൂടെ പൊകഞ്ഞ് ഇയാള് ഫുള്ള് സൈഡാകും ഇത് കേട്ടപ്പോൾ തന്നെ. പിന്നെ നെക്സ്റ്റ് മോർണിംഗിൽ നമ്മുടെ സിബി ജീപ്പ് എടുത്തിട്ട് പോകുമ്പോൾ ജോൺസൺ പപ്പേനെ അവിടെ കാണും. അപ്പോൾ അയാളെയും കയറ്റിയിട്ട് അയാളോട് ഈ കാര്യങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ പറയണല്ലോ വെച്ചിട്ട് ഒരു ബന്ധവുമില്ലാത്ത എന്തൊക്കെയൊക്കെയോ പറയുമ്പോൾ അപ്പന് ഇഷ്ടമുള്ളത് അമ്മയ്ക്ക് ഇഷ്ടമില്ലല്ലോ, അമ്മയ്ക്ക് ഇഷ്ടമുള്ള അപ്പന് ഇഷ്ടമില്ലല്ലോ എന്തൊക്കെയോ പറയും. അപ്പോൾ ഇയാൾ വീട്ടിൽ പോയിട്ട് വൈഫിനോട് ഇതൊക്കെ ചോദിക്കുമ്പോൾ വൈഫും പറയും, ഓരോരുത്തർ ഇഷ്ടം ഓരോരുത്തരതല്ലേ. അപ്പോൾ ഇവൻ പറയാൻ ഉദ്ദേശിച്ചത് ഓരോരുത്തർ ഇഷ്ടം ഓരോരുത്തരതല്ലേ, അപ്പോൾ അവർ ഇഷ്ടമുള്ള ആളെ കെട്ടിയിട്ട് ജീവിച്ചോട്ടെ എന്നുള്ള ഒരു ഇതിലാണ് ഇവൻ പറഞ്ഞത്. പിന്നെ നമ്മുടെ ജോൺസന്റെ വൈഫില്ല അനിതക്ക് ഇവർ പറയുന്നത് കേട്ടിട്ട് ഡൗട്ട് അടിച്ച് നീ നേരത്തെ പറഞ്ഞിട്ടുണ്ടായില്ലേ. അപ്പോൾ ആ ഒരു ഡിപ്രഷനിൽ അനിത പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിബിനെയും കൂട്ടിയിട്ട് പോകും. അങ്ങനെ പള്ളിയിലെത്തി സിബി ഇവരെ ഇറക്കി വിടുമ്പോൾ അനിത പറയും നീയും കൂടെ വാന്ന് പറഞ്ഞിട്ട് അവനെയും കൂട്ടിയിട്ട് പോയിട്ട് ഇവനോട് ചോദിക്കും, എന്താ നീ പറ, ഷാരോൺ എന്തോ രഹസ്യമുണ്ട്, അവനാരും പറയുന്നില്ല, നിനക്ക് ആ രഹസ്യം എന്താണെന്ന് അറിയാം, എനിക്കറിയാം, അത് നീ എന്താന്ന് വെച്ചാൽ പറയാന്ന്. അപ്പോൾ ഇവൻ ഒഴിഞ്ഞു മാറാൻ നോക്കുമ്പോൾ അനിതമ്മ വിടുകയില്ല. അങ്ങനെ സിബി അവസാനം എന്താ സംഭവം എന്ന് വെച്ചാൽ പറയും. അപ്പോൾ ഇത് കേട്ടിട്ട് അനിത ആകെ തളർന്ന് കുറേ കരഞ്ഞ് ഇങ്ങനെ വീട്ടിലേക്ക് കയറിപ്പോയിട്ട് നമ്മുടെ ഷാരോണിനെ കെട്ടിപ്പിടിച്ച് കരയൂട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ സായിപ്പിനും സങ്കടമാകും. എന്നാലും അനിത ഇത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഇതിലാണ് ഉള്ളത് മനസ്സ്. പക്ഷേ സായിപ്പിനും ഇതൊക്കെ കണ്ട് സങ്കടമായിട്ട് സായിപ്പ് നേരെ തിരിച്ച് UK പോകാൻ വേണ്ടിയിട്ടുള്ള ഡിസിഷൻ എടുക്കും. അങ്ങനെ അന്ന് തന്നെ നമ്മുടെ സായിപ്പ് അവിടുന്ന് UK പോകും. അപ്പോൾ ഇവരെ എയർപോർട്ടിൽ കൊണ്ടാക്കാൻ പോകുമ്പോൾ നമ്മുടെ സിബിനോട് സായിപ്പ് പറയും, എന്തെങ്കിലും ഒരു ദിവസം എൻ്റെ സ്നേഹം ഇവരെ ഫാമിലി മനസ്സിലാക്കും, എന്നെ ഇതുവരെ ആരും ഷാരോൺ എന്നെ സ്നേഹിച്ച പോലെ ആരും എന്നെ സ്നേഹിച്ചിട്ടില്ല, ഞങ്ങളെ സ്നേഹം അത്രയും ആത്മാർത്ഥത ഉള്ളതാണ്, നിങ്ങൾക്ക് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല ഞങ്ങളെ സിറ്റുവേഷൻ, ഞങ്ങളെപ്പോലുള്ളവർക്ക് മാത്രമേ മനസ്സിലാവൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരയും. അപ്പോൾ സിബി അവനെ സമാധാനിപ്പിക്കും, കരയുണ്ട്. അപ്പോൾ സിബിക്കും ഇവരെ സിറ്റുവേഷൻ മനസ്സിലാകും. അങ്ങനെ എന്നിട്ട് അവിടുന്ന് നമ്മുടെ സായിപ്പ് തിരിച്ച് UK പോകും. ഷാരോൺ എന്നിട്ട് സിബിനോട് പറയും, നീയും ശോശ എങ്ങനെ തന്നെയാണോ അങ്ങനെ തന്നെയാണ് ഞങ്ങളും, പക്ഷേ നിങ്ങളത് എല്ലാവർക്കും മനസ്സിലാവും, ഞങ്ങളത് ആർക്കും മനസ്സിലാവില്ല, കുറച്ച് ഡിഫിക്കൽട്ടാണ്. പിന്നീടുള്ള സീനിൽ ശോശ സിബിനെ വിളിച്ചിട്ട് അമ്മയ്ക്ക് എന്താ പറ്റി, അമ്മ അന്ന് പള്ളിയിൽ നിന്ന് വന്നേ പിന്നെ ഒന്നും മിണ്ടിയിട്ടില്ല, നീയല്ല അമ്മേനോട് പോയെന്ന് എനിക്കറിയില്ല ചോദിക്കുമ്പോൾ പറയും എനിക്കൊന്നും അറിയില്ല, ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ലാന്ന്. അപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് ജോൺസൺ പപ്പയില്ലേ അയാൾ വരുന്നുണ്ടാവും. അപ്പോൾ ഇവൻ പറയും നീ ഫോൺ വെക്ക്, ഇതാ പപ്പ ഇവിടെ വന്നിട്ടുണ്ട്, എന്താന്ന് ഞാൻ ചോദിക്കട്ടേന്ന്. അങ്ങനെ ജോൺസൺ നേരെ കയറി വരുമ്പോൾ ബേബി അവിടെ ഇരുന്നിട്ട് വെള്ളം അടിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ബേബി ഇവനോട് പറയും നിനക്ക് എന്താ ഒരു സങ്കടം പോലെ, എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറഞ്ഞാലേ സങ്കടങ്ങൾ പോകൂ, നീ ഒന്നും ടെൻഷൻ അടിക്കേണ്ടെന്നൊക്കെ ബേബി നമ്മുടെ ജോൺസനോട് പറയും. എന്നിട്ട് ജോൺസനൊന്നും മിണ്ടാണ്ട് കയറി ഇയാൾ ചോദിക്കും, നിന്റെ മകനും ആ സായിപ്പും തമ്മിലുള്ള പ്രശ്നത്തിലാണോ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, അതൊക്കെ എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് ഇതാക്കാം, നീ അതൊക്കെ ഒഴിവാക്ക്, നീ അതും വിചാരിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കല്ലേ അറിയോ. അപ്പോൾ അങ്ങോട്ടേക്ക് സിബി വന്നിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ ചോദിക്കും, അതുമല്ല ഇനിയിപ്പോൾ എൻ്റെ മകനും നിൻ്റെ മകൾ ശോശയും തമ്മിലുള്ള പ്രണയത്തെ പറ്റിയിട്ടാണ് നിൻ്റെ പ്രശ്നം എന്നുണ്ടെങ്കിൽ അത് ഞാൻ ഇവനെ ഉപദേശിച്ചിട്ട് എങ്ങനെയെങ്കിലും മാറ്റിക്കൊള്ളാന്ന്. അങ്ങനെ ഇത് കേട്ടപാടന്നെ ജോൺസൺ അന്തം വിട്ട പോലെ ആകും. കാരണം ജോൺസൺ ഇതൊന്നും അറിയില്ലല്ലോ. ആ കലിപ്പിൽ ജോൺസൺ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അപ്പോൾ നമ്മുടെ സിബി പുറകെ പോയിട്ട് ഇല്ല പപ്പ അപ്പൻ എന്തോ കള്ളും പുറത്ത് പറഞ്ഞതാന്നൊക്കെ പറഞ്ഞ് പപ്പ അതൊന്നും കാര്യമാക്കണ്ടാ പറയുമ്പോൾ ഇയാൾക്ക് ദേഷ്യം വന്നിട്ട് ഇയാള് നമ്മുടെ സിബിന്റെ കരണം നോക്കിയിട്ട് ഒന്ന് പൊട്ടിച്ചു കൊടുക്കും. പിന്നത്തെ സീല് നമ്മുടെ ബേബി ഇങ്ങനെ സാഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. കാരണം എന്താന്ന് വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് സിസിലി ബേബീനെ വിളിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ബേബി ആയിരിക്കും ഇവനെന്തോ തേച്ചെന്നോ അങ്ങനെ എന്തോ സങ്കടത്തിൽ ഇങ്ങനെ അവിടുന്ന് എന്താകും നേരെ ബേബി സിസിലിന്റെ വീട്ടിലേക്ക് പോകും. അങ്ങനെ അവിടെ എത്തിയിട്ട് സിസിലിനോട് എന്താന്ന് ചോദിക്കുമ്പോൾ സിസിലി പറയും, എന്റെ ഫോണ് പൊട്ടിയിട്ട് ഒരാഴ്ചയായി അത് നന്നാക്കാൻ വേണ്ടി കൊടുത്തിട്ടില്ല, അതാ ഞാൻ ചേട്ടനെ വിളിക്കാണ്ടിരുന്നേന്ന്. അങ്ങനെ ഇവരിങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് സിസിലിന്റെ മോള് വന്നിട്ട് ഇയാളോട് ഒച്ചപ്പാടാക്കും, നിങ്ങൾക്ക് നാണയില്ലേ ഈ വയസ്സാം കാലത്ത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ അവിടുന്ന് പറഞ്ഞു വിടും. എന്നിട്ട് പിന്നെ നമ്മുടെ സിസിലിനോട് ഈ മോള് പറയും, എന്തിനാ അമ്മ ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നത്,
ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും പിന്നെ ഞാൻ എന്താ വേണ്ടത്, നിന്റെ എപ്പോഴും ഒരു കാലത്തും ഇല്ലാതെ നിന്റെ അച്ഛന് വേണ്ടി കാത്തിരുന്നിട്ട് എൻ്റെ ജീവിതം കളയണോ? കുറച്ചും കൂടെ കഴിഞ്ഞാൽ നീയും എന്നെ ഇട്ടിട്ട് പോകും, പിന്നെ എനിക്ക് ആരാ ഉണ്ടാവുക? എനിക്ക് ബേബിച്ചനെ ഇതോടെ ഇപ്പോൾ തുടങ്ങി ഇഷ്ടമൊന്നുമല്ല, കുറേ കാലമായിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ എന്തായാലും ബേബിച്ചനെ തന്നെ കെട്ടും, നീ ഇനി എന്ത് പറഞ്ഞാലും സാരില്ല, നിനക്ക് ബുദ്ധിമുട്ടാണ്, നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് ഷൗട്ടാക്കും. പിന്നെ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ സിബീൻ്റെ വീട്ടിലേക്ക് ശോശ വരും. ശോശ വന്നപാട് തന്നെ നേരെ അവൻ്റെ റൂമിലേക്ക് പോയിട്ട് വാതിലെടുക്കും. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ബേബിച്ചൻ ഇങ്ങനെ അന്തം വിട്ടിരിക്കാണ്. എന്നിട്ട് ശോശ സിബീനോട് ചോദിക്കും, എന്താ പ്രശ്നം, എന്താ ഇന്നലെ ഉണ്ടായ, നീ എന്നോട് പറ, എന്തിനാ നീ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നത് ചോദിക്കുമ്പോൾ പറയും, ഇവളെ വേറൊരു പ്രശ്നവുമില്ല, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ ഷാരോൺ ചേട്ടായിൻ്റെ കൂടെ UK നിന്ന് സായിപ്പൂലേ, അവർ രണ്ടാളും അടുത്ത മാസം UK വെച്ച് കല്യാണം കഴിക്കും, ബിക്കോസ് ദേ ആർ ഗേ കപ്പിൾസ്. അപ്പോൾ ഇതുകൊണ്ട് ഞെട്ടിയിട്ട് ഇവളിങ്ങനെ തയ്ച്ചു നിൽക്കും. അതൊരു പിന്നെ വേറൊരു പ്രശ്നം കൂടി ഉണ്ട്, നീയും ഞാനും തമ്മിൽ ഇഷ്ടത്തിലാന്നുള്ളത് നിന്റെ പപ്പ ഇന്നലെ അറിഞ്ഞൂന്ന്. ഇതൊക്കെ കേട്ട ശോശ പറയും, എന്തായാലും ഇത്രയൊക്കെ പ്രശ്നമായിട്ട് നിനക്ക് എന്നോട് പറയാൻ തോന്നിയിട്ടില്ലല്ലോ, നീ അപ്പനോട് പറയാനുള്ളതും പറഞ്ഞു, അമ്മേനോട് പറയാനുള്ളതും പറഞ്ഞു, എന്നോട് നിനക്കെന്താ, നീ എന്തിനിത് എന്നോട് മറച്ചു വെച്ചേന്ന്, നീ എന്നോട് എല്ലാം തുറന്നു പറയുന്ന ഞാൻ വിചാരിച്ചത്, പക്ഷെ ഞാൻ വിചാരിച്ച തെറ്റായിരുന്നു, ഇനി എന്തായാലും നീയുമായിട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ ഇതിവിടെ വെച്ച് നിർത്തുക. ഇതൊക്കെ കേട്ടിട്ട് സിബി പറഞ്ഞു, നീ ആദ്യം ബ്ലോസം ബോട്ടിക്ക് തുടങ്ങി, അത് നീ നിർത്തി, ഇപ്പോൾ 1 മാസം മുമ്പ് നീ എന്നോട് ഇഷ്ടാന്ന് പറഞ്ഞു, അതും നീ ഇവിടെ വെച്ച് നിർത്തി, നീ എല്ലാം നിർത്താൻ വേണ്ടിയിട്ടാണോ തുടങ്ങുന്നത്? ഈ പുഷ്പകട സിറ്റിയിൽ ഞാൻ എന്തൊക്കെ തുടങ്ങിയിട്ടുണ്ടോ അതിലൊക്കെ എനിക്ക് പണി മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ഇത് ഞാൻ അതുപോലെ തന്നെ കണ്ടോളാം, നീ പോയ എനിക്കൊരു കോപ്പും ഇല്ല എന്ന് പറഞ്ഞിട്ട് മാസ് ഡയലോഗൊക്കെ അടിച്ചിട്ട് അവളെന്താക്കും, നീ ഒന്ന് പോടാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അവള് നേരെ നമ്മുടെ ഷാരൂണിന്റെ അടുത്തേക്ക് പോയിട്ട്, ആരെങ്കിലും പറഞ്ഞിട്ട് ഇത് അറിയുന്നതിന് മുമ്പ് ചേട്ടൻ തന്നെ എന്നോട് പറയായിരുന്നു, ഞാനിപ്പോൾ വേറൊരാൾ പറഞ്ഞിട്ടല്ലേ ഇതറിഞ്ഞ പറയുമ്പോൾ ഷാരൂൺ പറയും, ഇതെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാനൊന്നും പറയാണ്ടിരുന്നേന്ന്. പിന്നീട് നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് നമ്മുടെ സിസിലീൻ്റെ മോളിലെ അവളെ അച്ഛൻ പള്ളിയിലേക്ക് വിളിപ്പിച്ചിട്ട് നമ്മുടെ സിസിലീൻ്റെയും ബേബിൻ്റെയും കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവളോട് ചോദിക്കുമ്പോൾ ഇവൾ പറയും, എൻ്റെ അപ്പൻ ഞാൻ ജനിച്ചത് മുതലേ ഞാൻ ഈ അപ്പനെ മര്യാദയ്ക്ക് കണ്ടിട്ട് വരില്ല, വല്ലപ്പോഴും വന്നു പോകുന്ന ഒരു അതിഥി മാത്രമായിരുന്നു എൻ്റെ അപ്പൻ, എൻ്റെ അമ്മയ്ക്ക് ബേബിച്ചനെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്കും ഇഷ്ടം, എൻ്റെ അമ്മയ്ക്ക് സന്തോഷം വരുന്ന എന്ത് കാര്യമായാലും ഞാൻ എതിർക്കില്ലാന്ന്. അങ്ങനെ ഈ മോളും ഇവരെ കാര്യത്തിൽ സമ്മതിച്ചു. എന്നിട്ട് ഈ മോള് നമ്മുടെ സിബീനോട് പറയും, ഇപ്പൊ അച്ഛൻ്റെ അമ്മേനെ കല്യാണം കഴിഞ്ഞാൽ ഞാൻ എവിടെയോ നിൽക്കുമായിരിക്കും, നീ ഞങ്ങളെ വീട്ടിൽ വരണം, എൻ്റെ അച്ഛൻ നിന്റെ അമ്മേനെ പ്രേമിച്ച് അന്ന് മുതൽ ഞാൻ നിന്റെ അനിയത്തിനെ കണ്ട് നമുക്ക് 4 ആൾക്കും കൂടെ പൊളിക്കാന്നൊക്കെ പറയും. എന്നിട്ട് പറയും, ഇത് ബേബിച്ചനോട് ചേട്ടൻ പറയണ്ട, ഞാൻ പറഞ്ഞോളാം, എനിക്ക് കാണാൻ മുഖത്ത് പുഞ്ചിരിന്ന്. നെക്സ്റ്റ് സീനിൽ എന്തോ പുഷപ്പ് എടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബേബിച്ചിനെ കാണിക്കുന്നത്. അപ്പൊ തന്നെ ബേബി ഇങ്ങനെ ആരെയോ കണ്ടിട്ട് അന്തം വിട്ട കുന്തം പോലെ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സീൻ കട്ടായിട്ട് നേരെ നമ്മുടെ സിബിയും ബേബിയും കൂടെ ഒരു ജീപ്പിൽ പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ നമ്മുടെ ബേബി കണ്ടത് വേറെ ആരെയായിരിക്കൂല, സിസ്ലീൻ്റെ ഹസ്ബൻഡിലെ പ്രാന്തൻ ജോയിനെ ആയിരിക്കും കണ്ടത്. അങ്ങനെ ഇവർ രണ്ടാളും കൂടെ ജോയി ആ നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് തിരക്കിയിട്ട് ബേബീനെ സിബി ടൗണിൽ ഇറക്കി വിട്ടിട്ട് അവിടേക്ക് അന്വേഷിക്കാൻ പറയുന്നത്. സിബിയും ഓരോ സ്ഥലത്ത് പോയിട്ട് ഇയാൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ അന്വേഷിക്കും. അങ്ങനെ ഇവർ നേരെ പള്ളിയിലേക്ക് പോകും. എന്നിട്ട് പള്ളിയിലച്ഛനോട് കാര്യങ്ങളൊക്കെ പറയും. അച്ഛാ അവൻ തിരിച്ചു വന്നിട്ടുണ്ട്, ഇനി എന്താ ചെയ്യാന്നറിയില്ല എന്നൊക്കെ പറഞ്ഞ് തിരിഞ്ഞു നോക്കുമോ. അച്ഛൻ തിരിഞ്ഞു നോക്കുമ്പോൾ അത് ജോയി ആയിരിക്കും കേട്ടോ. അപ്പോൾ സിബി അച്ഛനോട് പറയും, അച്ഛാ ഇനി ഈ കെട്ട് കഴിയുന്നവരെങ്കിലും ഇയാൾ എങ്ങനെയെങ്കിലും മാറ്റി നിർത്തണം, അല്ലെങ്കിൽ ഈ കല്യാണം ഇയാൾ മുടക്കും, അച്ഛൻ ഇവിടെ തന്നെ അയാളെ സംരക്ഷിക്കണമെന്ന്. അപ്പോൾ ഇയാൾ പറയും, നിങ്ങളാ കുടുങ്ങിയത്, ഞാനല്ല, എന്താണെന്ന് വെച്ചാൽ ചെയ്തുന്ന്. പിന്നെ ഇവർ രണ്ടാളും കൂടെ ജോയിനെ ആ പള്ളിയിലെ റൂമിൽ തന്നെ എങ്ങനെയെങ്കിലും പുറത്തിറക്കാത്ത വിധം ഇങ്ങനെ സംരക്ഷിച്ചിട്ട് പോകും. പിന്നെ കാണിക്കുന്നത് ഈസ്റ്ററിൻ്റെ ഡേ ആണ് കേട്ടോ. ഈസ്റ്ററിൻ്റെ അന്ന് എല്ലാവരും ഈസ്റ്ററൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ സിസിലീൻ്റെ വീട്ടിൽ അവർ ഈസ്റ്റർ അപ്പം മുറിക്കുന്നതിൻ്റെ ടൈമിൽ ഈ ജോയ് കയറി വരും. അയാളെ കണ്ടപ്പോൾ തന്നെ സിസിലി മോളും ഞെട്ടി തയ്ച്ചിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ അയാളോട് മോളിങ്ങനെ പറയും, അച്ഛാ നിങ്ങളെ ഇതുവരെ ഞാൻ മര്യാദയ്ക്ക് കണ്ടിട്ട് വരില്ല, ഒന്നും വേണ്ട, ഞാൻ പിച്ച വെച്ച് നടക്കുന്നത് വരെ പപ്പ ഇതുവരെ കണ്ടിട്ടുണ്ടോ? പപ്പ ഞങ്ങളുടെ ഇടയിൽ വരുന്നൊരു ഗസ്റ്റ് മാത്രമാണ് ഇത്രയും കാലം, ഇനി അങ്ങനെ നിന്നാൽ പറ്റില്ല. മമ്മയ്ക്ക് ബേബിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവർ രണ്ടാൾ കല്യാണം കഴിക്കാൻ പോവുക. അച്ഛനപ്പോൾ ഞങ്ങളുടെ ഇടയിലൊരു എതിരാവാൻ നിൽക്കാണ്ട് അച്ഛൻ പൊയ്ക്കോ എന്ന് പറയും. അപ്പോൾ ഇയാൾ അവിടുന്ന് സമ്മതിച്ച പോലെ എന്തൊക്കെയോ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങനെ ഇറങ്ങിപ്പോകും. അപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് സിബിയും ബേബി വരപ്പോൾ ഇയാൾക്ക് ഒരാളോട് ഒരു പകരം വീട്ടാനുണ്ട് എന്ന് പറയും. അങ്ങനെ പിന്നെ ഈസ്റ്ററിൻ്റെ ഒരു ചടങ്ങുണ്ടല്ലോ നമ്മുടെ യേശുവിനെ അടിക്കുന്നതൊക്കെ. അപ്പോൾ അതിൽ യേശു ആയിട്ട് നമ്മുടെ പാപ്പൻ ചേട്ടനായിരിക്കും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൽ ഭടന്മാരില്ലേ യേശുവിനെ അടിക്കുന്നത്, അവരെ കൂട്ടത്തിൽ ജോയി പോയിട്ട്
പാപ്പൻ ചേട്ടനിട്ട് നല്ല കൊടുക്കും. കാരണം പണ്ടെന്തോ ഈ പാപ്പൻ ചേട്ടൻ ഇയാളെ കട്ടിൽ കെട്ടിയിട്ട് അടിച്ചിട്ടുണ്ടെന്ന് ഇവരോട് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അവിടുന്ന് ഇയാൾ നേരെ ബസ് കയറിയിട്ട് ഇയാളെ സ്ഥിരം നാട് വിടൽ തന്നെ, ഇയാൾ അവിടുന്ന് പോകും ഇവരെ കല്യാണത്തിന് സമ്മതിച്ചിട്ട്. നെക്സ്റ്റ് സീനിൽ പാപ്പൻ ചേട്ടൻ ആശുപത്രി കിടക്കുമ്പോൾ അങ്ങോട്ടേക്ക് സിസിലി വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയും. നിങ്ങൾക്ക് ഇത്രയും കാലം ജോയി വരുന്നില്ലായിരുന്നു, ഇതാ ജോയ് വന്നിട്ടുണ്ടായി, ജോയ്ക്ക് ഞങ്ങളെ കാര്യത്തിൽ ഒരു എതിർപ്പും ഇല്ല പറഞ്ഞിട്ട് സിബിയും ബേബിയും ജോയും കൂടെ നിൽക്കുന്ന ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് പറയും ഇനി ഞങ്ങൾ എന്തായാലും കല്യാണം കഴിക്കും, നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് അവിടുന്ന് പോകും. ഇവിടെ സീൻ കട്ടായിട്ട് നെക്സ്റ്റ് സീനിൽ ശോശേൻ്റെ വീടാണ് കാണിക്കുന്നത്. അപ്പോൾ ശോശ നേരെ അവളെ അച്ഛൻ്റെ അടുത്തേക്ക് പോയിട്ട് പറയും അച്ഛാ ഷാരോൺ ചേട്ടാ അതിന് കാര്യം അച്ഛൻ അറിയാലോ, അതിപ്പോൾ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, എന്നാലും അവർക്ക് ഇഷ്ടം അത് നമ്മൾ നടത്തി കൊടുക്കണ്ടേ, എൻ്റെ കാര്യത്തിൽ അച്ഛൻ സങ്കടപ്പെടണ്ട, പപ്പ പറയുന്ന ആരെയായാലും ഞാൻ കല്യാണം കഴിച്ചോളാം, ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കോളാം എന്ന് പറയും. അങ്ങനെ അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ജോൺസൺ നേരെ ഷാരോണിൻ്റെ റൂമിലേക്ക് പോയിട്ട് അവൻ്റെ പാസ്പോർട്ട് കൊടുത്തിട്ട് പറയും നീ ഇവിടുന്ന് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഒളിപ്പിച്ച് വെച്ചതായിരുന്നു, സാരല്ല നിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ, ഞാനും ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടാളും കെട്ടിപ്പിടിച്ച് കരയും. ഇതിൻ്റെ ഇടയിൽ സിബി ശോശേനെ വിളിച്ചിട്ട് സോപ്പിടാൻ വേണ്ടിയൊക്കെ നോക്കുമ്പോൾ അവളൊട്ടും സമ്മതിക്കില്ല. അവൾ പറയും നിന്നെ ഞാൻ തേച്ചത് തന്നെടാ, ഇനി എന്തായാലും എൻ്റെ പപ്പയുടെ ആഗ്രഹം പോലെ എൻ്റെ കല്യാണം നടക്കൂ, നിന്നെ എനിക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ചീത്ത പറയുമ്പോൾ അവനിക്ക് ആകെ സങ്കടവും ദേഷ്യമൊക്കെ കയറി വരുമോ. അപ്പോൾ ഇവൻ്റെ ബംഗാളിയും കൂടെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് കള്ളു കുടിക്കുകയായിരിക്കും. അപ്പോൾ ബംഗാളി എന്താക്കും, ഇതൊക്കെ കേട്ടിട്ട് എരിവേറ്റി കൊടുക്കും, ഈ പ്രേമിച്ച് അങ്ങനെ തന്നെയാ, എല്ലാവർക്കും സങ്കടമായിരിക്കും, നിങ്ങൾ എന്നെ ഒരാൾ ചതിച്ചിട്ടുണ്ട്, പെണ്ണുങ്ങളെ വിശ്വസിക്കാനേ പാടില്ല, അങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ എരിവൊക്കെ കയറ്റി പറയും. എന്നിട്ട് ബംഗാളി പറയും ആ ജോൺസനെ നമുക്ക് കൊല്ലാൻ സിബിച്ചാ എന്നാൽ എല്ലാ പ്രശ്നവും തീരും, ബാ നമുക്ക് പോയിട്ട് കൊല്ലാന്ന്. അപ്പോൾ അത് കേട്ട പാടന്നെ സിബി നേരെ പോയിട്ട് തോക്കും ഉണ്ടയൊക്കെ എടുത്തിട്ട് നേരെ വിടും. പക്ഷെ ബംഗാളി ഒരു എരുതിയിൽ എണ്ണ ഒഴിച്ചതായിരുന്നു, പക്ഷെ കയ്യിൽ നിന്ന് പോയി എന്നാ തോന്നുന്നേ. അങ്ങനെ സിബി നേരെ ശോശേൻ്റെ വീട്ടിലേക്ക് പോയിട്ട് എടാ ജോൺസാ അതൊക്കെ ഉറക്കെ വിളിക്കും. എന്നിട്ട് പെട്ടെന്ന് നോക്കുമ്പോൾ ഈ തോക്കിന് എന്തോ കുത്തുന്നൊരു വടിയില്ല, അത് കാണില്ല. എന്നിട്ട് അവിടെയൊക്കെ തിരഞ്ഞു നടക്കും. എന്നിട്ട് അതും എടുത്ത് വന്നിട്ട് ഇയാളോട് പറയും, ഇയാളോട് ഓരോ സങ്കടങ്ങൾ പറയും, ആദ്യമായിട്ടാണ് ഞാൻ നിങ്ങളെ വീട്ടിൽ നിന്ന് ഈസ്റ്ററിൻ്റെ പെസഹപ്പം കഴിക്കാത്തത്, നിങ്ങളെല്ലാവരും കൂടെ എന്നെ അവോയ്ഡ് ചെയ്യാതെ അങ്ങനെ ഇങ്ങനെ സങ്കടമൊക്കെ പറഞ്ഞിട്ട് തോക്കെടുത്തിട്ട് നമ്മുടെ ജോൺസന്റെ കൈ കൊടുത്തിട്ട് പറയും നെഞ്ചത്ത് വെച്ചിട്ട് പറയും നിങ്ങൾ എന്നെ കൊല്ല്, നിങ്ങളെ കൈ കൊണ്ട് തന്നെ എനിക്ക് മരിക്കണം എന്നൊക്കെ സെൻറ്റി ഇങ്ങനെ അടിക്കും. അതിൻ്റെ ഇടയിൽ തന്നെ ബേബി ഒരു ഓട്ടോയിൽ വന്നിട്ട് അവിടെ ഇറങ്ങും. ബേബി വന്നിട്ട് കാണുന്നത് തന്നെ തൻ്റെ മോനെ ഇയാൾ ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്ന സീനാ. എന്നിട്ട് ബേബി പറയും എൻ്റെ മോനെ നീ വെടിവെക്കുന്നതിന് മുമ്പ് നീ ഒരാളോടും കൂടെ ചോദിക്കും നിൻ്റെ മോക്ക് എന്താ പറയാനുള്ളത്, അവരാ ഇതെല്ലാം ഉണ്ടാക്കിയത്, അല്ലാണ്ട് എൻ്റെ മോനെല്ലാം നിൻ്റെ മോളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവൾ ഇവനോടാ പറഞ്ഞേ. എന്നിട്ട് ശോശേനോട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ശോശ ഒന്നും മിണ്ടാണ്ട് അവിടെ തന്നെ നിൽക്കും. ഇവരെന്തൊക്കെ പറഞ്ഞിട്ടും അവിടെയുള്ള ഒരാൾ ഒരക്ഷരം മിണ്ടില്ല കേട്ടോ. എന്നിട്ട് അവർ പറയും നിങ്ങൾ എന്തെങ്കിലും പറ, ഞങ്ങൾ ഇത്രയും ചെയ്തത് നിങ്ങൾക്ക് വേണ്ടിയില്ല, എൻ്റെ മോന് പാവം കഷ്ടപ്പെട്ടത് ഈ ഷാരോണിന് വേണ്ടിയിട്ടാ, ഈ നിൻ്റെ ജോൺസന്റെ മോനും മോളും കൂടെ എൻ്റെ മോൻ്റെ ജീവിതം നശിപ്പിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ബേബി പറയും. എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ ശോശനോട് നീ വരുന്നുണ്ടെങ്കിൽ വാ, നിനക്കെന്നെ ഇഷ്ടമുണ്ടെങ്കിൽ ഇപ്പം എന്നോട് ഇറങ്ങി വാ പറയും. പക്ഷെ അവൾ ഒന്നും മെയിൻഡാക്കാണ്ട് അങ്ങനെ അവിടെ തന്നെ നിൽക്കും കേട്ടോ. ഇത് കേട്ടിട്ട് അവർ രണ്ടാളും അവിടുന്ന് അങ്ങനെ പോകുമ്പോൾ അച്ഛൻ പറയും സിബിനോട് നമുക്ക് മെല്ലെ പോയാൽ മതി, ചിലപ്പോൾ നോക്കിയോ വണ്ടീൻ്റെ അടുത്ത് എത്തുമ്പോൾ അവൾ തിരിച്ചു വിളിക്കുന്നു. അങ്ങനെ തന്നെ കറക്റ്റ് അവർ വണ്ടീൻ്റെ അടുത്ത് എത്തിയപ്പോൾ ശോശ ഇവരെ തിരിച്ചു വിളിച്ചു. എന്നിട്ട് പറയും നിങ്ങൾ ഇപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്ന വണ്ടീൻ്റെ RC ഓണർ എൻ്റെ അപ്പനാ, അപ്പോൾ ആ വണ്ടീൻ്റെ ചാവി അവിടെ വെച്ചിട്ട് പോയേക്കുന്ന്. അപ്പോൾ സിബി പറയും നിൻ്റെ അച്ഛൻ്റെ വണ്ടീൻ്റെ ചാവി ആ വണ്ടിയിൽ തന്നെ ഉണ്ട്, അതെടുത്തോ, ഞങ്ങൾക്ക് ആവശ്യമില്ല പറഞ്ഞിട്ട് അവിടുന്ന് രണ്ടാളും കൂടെ സങ്കടത്തിൽ നടന്നു പോകും. പിന്നീട് കാണിക്കുന്നത് ഇവർ ചർച്ചയാണ്, നമ്മുടെ ജോൺസനും അനിതിയും ഷാരോണും ശോശയും കൂടെ. അപ്പോൾ എല്ലാവരും ശോശേനെ ചീത്ത പറയും, നീ ഒരിക്കലും അവനോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, അവർക്ക് സങ്കടമായി, നീ എന്തിനങ്ങനെ പറഞ്ഞതൊക്കെ ശോശ പറയും. പിന്നെ അവർ ഈ ഷോ കാണിക്കുമ്പോൾ ഞാൻ എന്താ പറയണ്ടേ, ഇതൊക്കെ കണ്ടിട്ട് മിണ്ടാണ്ടിരിക്കണോ ചോദിക്കും. അപ്പോൾ ജോൺസൺ പറയും എനിക്ക് എന്തായാലും ഉറപ്പാ ഇനി അപ്പനും മോനും ഈ പറമ്പിൽ കാല് കുത്തില്ല, അവരവരെ വഴിക്ക് പോയിന്ന്. അങ്ങനെ ഇവരെല്ലാവരും ഇങ്ങനെ ഇതും പറഞ്ഞിരിക്കുമ്പോൾ തന്നെ പുറത്തൊരു അടിപൊളി സീന് കാണാം നമുക്ക്. എന്താന്ന് വെച്ചാൽ നമ്മുടെ സിബിയും ബേബിയും കൂടെ ആ മതിലിൽ തന്നെ തൂങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവർ വാതിൽ തുറക്കുന്നുണ്ട്, അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരെ മതിലിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. കൂടെ നമ്മളെ ബംഗാളി ഉണ്ട്. അടുത്ത സീനിൽ നമ്മളെ പള്ളി കാണിക്കുന്നത്, പള്ളിയിൽ ആരെയോ കല്യാണം നോക്കുമ്പോൾ നമ്മുടെ ബേബീൻ്റെയും സിസ്ലിൻ്റെയും കല്യാണമാണ്. അപ്പോൾ അവർ എന്തോ മാലയൊക്കെ കെട്ടൂല്ലേ ക്രിസ്ത്യൻസ്, അത് കെട്ടി കഴിഞ്ഞ പാടന്നെ അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മുടെ സിബിയും ശോശിയാണ്. അപ്പോൾ അവരെ കെട്ടും അവിടുന്ന് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഇവരെ 4 ആളെ കല്യാണ സീനും കാണിച്ചും കൊണ്ട് ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു. എങ്ങനെയുണ്ട് എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.
കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലുള്ള പുതിയ സിനിമാ കഥകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പുതിയ സ്റ്റോറിയുമായിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.